നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 വയസ്സുകാരിയെ സൂട്ട് കേസിലടച്ച് ബസ്സിലെ ലഗേജ് കമ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് ന്യൂസിലാൻഡുകാരിയായ അമ്മയെ അറസ്റ്റ് ചെയ്തു. ബസ് ഡ്രൈവറുടെ തക്ക സമയത്തുള്ള ഇടപെടൽ രക്ഷപ്പെട്ടത് കുഞ്ഞിന്റെ ജീവൻ. മാഞ്ചസ്റ്ററിൽ നിന്ന് മുംബൈയിലേക്ക് നേരിട്ട് ഇൻഡിഗോ വിമാന സർവീസ് സെപ്റ്റംബറിൽ ഏറെ പ്രതീക്ഷയോടെ പ്രവാസികൾ. ഇൻഡിഗോ മെയിൻ ടിക്കറ്റിംഗ് ഏജന്റായ ആനന്ദ് ട്രാവൽ UK സജ്ജം. UK-യിൽ ആഞ്ഞു വീശാനൊരുങ്ങി ഫ്ലോറൻസ് കൊടുങ്കാറ്റ് സംബന്ധിച്ച് മുന്നറിയിപ്പ് ശക്തമാക്കി. നിരവധി ട്രെയിനുകളും ഫെറികളും റദ്ദാക്കി. യമനിൽ 154 എത്യോപ്യൻ കുടിയേറ്റക്കാരുമായി സഞ്ചരിച്ച ഒരു ബോട്ട് മറിഞ്ഞ് 68 കുടിയേറ്റക്കാർ മരിക്കുകയും 74 പേരെ കാണാതാവുകയും ചെയ്തതായി UN മൈഗ്രേഷൻ ഏജൻസി. രക്ഷപ്പെട്ടത് 12 പേർ മാത്രം. ഭൂകമ്പത്തിൽ തകർന്ന ചിലിയിലെ ചെമ്പ് ഖനിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നിഷ്ഫലമായി. തകർന്ന ഷാഫ്റ്റിൽ കുടുങ്ങിയ 5 തൊഴിലാളികളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. UK സമ്പദ് വ്യവസ്ഥ പിന്നോട്ട് പോകുന്നത് തടയാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ ആഴ്ച പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് സൂചന. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വർഷം ഇംഗ്ലണ്ടിൽ പുതുതായി നിർമ്മിച്ച വീടുകളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ട്. ദുബായിൽ അവധി കഴിഞ്ഞെത്തുന്ന കുട്ടികളെ വരവേൽക്കാൻ 1 ലക്ഷം ദിർഹമിന്റെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ മെഗാ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനുമായി ലുലു. വ്യാജരേഖകൾ ചമച്ച് കുവൈറ്റ് പൗരത്വം നേടുകയും 48 കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ പ്രമുഖ സൗദി കവി കുറ്റക്കാരനാണെന്ന് കുവൈറ്റ് കോടതി. 60 വയസ്സുള്ള പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഇയാളുടെ 27 മക്കളുടെ കുവൈറ്റ് പൗരത്വം റദ്ദാക്കാൻ ഉത്തരവിട്ട് കോടതി. വാർത്തകൾ വിശദമായി. 2 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ സൂട്ട് കേസിലടച്ചു ബസ്സിലെ ലഗേജ് കമ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച ന്യൂസിലൻഡുകാരിയായ അമ്മയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി. കുട്ടിയെ അശ്രദ്ധമായി അവഗണിച്ചതിനാണ് അറസ്റ്റ്. ബസ് ഡ്രൈവറുടെ തക്ക സമയത്തുള്ള ഇടപെടലാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. ഓക്ലാൻഡിന് 60 മൈൽ വടക്കുള്ള കൈവായിലുള്ള ഒരു ബസ് ഡിപ്പോയിൽ വെച്ച് ബസ് ഡ്രൈവറാണ് ലഗേജിനുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ഡ്രൈവർ സൂട്ട് കേസ് തുറന്നപ്പോൾ 2 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടെത്തിയതായി സ്ഥലത്തെത്തിയ DI സൈമൺ ഹാരിസൺ പറഞ്ഞു. കടുത്ത ചൂടുണ്ടായിരുന്നിട്ടും പെൺകുട്ടി ശാരീരികമായി പരിക്കേൽക്കാതെ കാണപ്പെട്ടു എന്നും റിപ്പോർട്ടിലുണ്ട്. ആശുപത്രി ചികിത്സയിലായ പെൺകുട്ടി വിപുലമായ മെഡിക്കൽ വിലയിരുത്തലിന് വിധേയായിരുന്നു. സെപ്റ്റംബറിൽ മാഞ്ചസ്റ്ററിൽ നിന്നും മുംബൈയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന ഇൻഡിഗോ വിമാനത്തിന് UK-യിൽ പ്രവാസികളുടെ സ്വീകാര്യതയേറും. UK-യിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ മെയിൻ ടിക്കറ്റിംഗ് ഏജന്റായ ആനന്ദ് ട്രാവൽ UK-യും സജീവമായി. ലണ്ടൻ മാനോ പാർക്ക് ഹൈസ്ട്രീറ്റ് നോർത്തിലാണ് ആനന്ദ് ട്രാവൽ ഓഫീസ്. 02085484 എന്ന നമ്പറിലും 918921120509 എന്നീ നമ്പറുകളിലേക്കും ഒറ്റ ഫോൺ കോളിലേക്ക് മിതമായ നിരക്കിൽ ഇൻഡിഗോ എയർലൈൻ അടക്കം ലോകോത്തര വിമാന സർവീസുകളുടെ ടിക്കറ്റുകൾ ഉപഭോക്താക്കൾക്കായി ബുക്ക് ചെയ്തു നൽകാൻ ആനന്ദ് ട്രാവൽ സജ്ജമായി കഴിഞ്ഞു. ആഴ്ചയിൽ 4 സർവീസുകളാകും തുടക്കത്തിൽ മാഞ്ചസ്റ്ററിൽ നിന്നും മുംബൈയിലേക്ക് ഉണ്ടാവുക. മാഞ്ചസ്റ്ററിലെയും വടക്കൻ പട്ടണങ്ങളിലെയും മലയാളികൾക്ക് വേഗത്തിൽ നാട്ടിലെത്താൻ മാത്രമല്ല ഈ സ്കൂൾ അവധിക്കാലമായ വേനൽക്കാലത്തും മിതമായ നിരക്കിൽ യാത്ര ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ഇൻഡിഗോ തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയതോടെ കൂടുതൽ യാത്രക്കാർ ഈ വിമാനത്തെ ആശ്രയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. UK-യിൽ ആഞ്ഞു വീശാനൊരുങ്ങുന്ന ഫ്ലോറൻസ് കൊടുങ്കാറ്റ് സംബന്ധിച്ച് മുന്നറിയിപ്പ് ശക്തമാക്കി. UK-യിൽ മണിക്കൂറിൽ 85 മൈൽ വേഗതയിൽ കാറ്റ് വീശുന്ന ഫ്ലോറൻസ് കൊടുങ്കാറ്റിനെ കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതിയ മുന്നറിയിപ്പുകൾ നൽകിയതോടെ നിരവധി ട്രെയിനുകൾ ഫെറികളും റദ്ദാക്കി. കൊടുങ്കാറ്റ് വൻകരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ പറന്നുവരുന്ന അവശിഷ്ടങ്ങൾ ജീവന് അപകടമുണ്ടാക്കാം എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. വീടുകളിൽ കഴിയുന്നത്ര വാതിലുകൾ തുറന്നിടുന്നത് ഒഴിവാക്കണമെന്നും ശക്തമായ മുന്നറിയിപ്പുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10-നും രാത്രി 10-നും ഇടയിൽ സ്കോട്ട്ലൻഡിലെ പല ഭാഗങ്ങളിലും ആംബർ വിന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ ഇംഗ്ലണ്ടിലുടനീളം തിങ്കളാഴ്ച മിക്ക ദിവസവും ഇതിനകം നിലവിലുണ്ടായിരുന്ന യെല്ലോ കാറ്റ് മുന്നറിയിപ്പിന് പുറമെയാണിത്. നെറ്റ്വർക്ക് റെയിൽവേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിരവധി റൂട്ടുകൾ അടച്ചിട്ടു. വേഗത നിയന്ത്രണങ്ങൾ കാരണം മറ്റ് എല്ലാ റൂട്ടുകളിലും നിയന്ത്രണമുണ്ട്. യമനിൽ നിന്നും പലായന ശ്രമത്തിനിടെ വൻ ദുരന്തം. യമൻ തീരത്ത് 154 എത്യോപ്യൻ കുടിയേറ്റക്കാരുമായി സഞ്ചരിച്ച ഒരു ബോട്ട് മറിഞ്ഞ് 68 ആഫ്രിക്കൻ കുടിയേറ്റക്കാർ മരിക്കുകയും 74 പേരെ കാണാതാവുകയും ചെയ്തതായി UN മൈഗ്രേഷൻ ഏജൻസി അറിയിച്ചു. കപ്പൽ തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടത് 12 പേർ മാത്രം. യമനിൽ സംഘർഷത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഗൾഫ് അറബ് രാജ്യങ്ങളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിൽ പലായനം ചെയ്ത 100 കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ നിരവധി കപ്പൽ അപകടങ്ങളുടെ ഏറ്റവും പുതിയ സംഭവമാണിത്. കപ്പൽ ഞായറാഴ്ച പുലർച്ചെ തെക്കൻ യമൻ പ്രവിശ്യയായ അബ്യാനിലെ ഏദൻ ഉൾക്കടൽ മുങ്ങിയതായി യമനിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ മേധാവി അബ്ദുൾ സത്താർ യേസോവായ പറഞ്ഞു. ഖാൻഫാർ ജില്ലയിൽ കരകടഞ്ഞ 54 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായും യമന്റെ തെക്കൻ തീരത്ത് അബ്യാന്റെ പ്രവിശ്യ തലസ്ഥാനമായ
സിൻജിബാറിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതായും അബ്ദുൾ സത്താർ എസോഫ് കൂട്ടിച്ചേർത്തു. ഭൂകമ്പത്തിൽ തകർന്ന ചിലിയിലെ ഹിഗൻസ് മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജമ്പ് ഖനിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നിഷ്ഫലമായി. തകർന്ന ഷാഫ്റ്റിൽ കുടുങ്ങിയ 5 തൊഴിലാളികളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. രക്ഷാപ്രവർത്തകർ പാറ തുരന്നാണ് കുടുങ്ങിക്കിടന്ന തൊഴിലാളികളിലേക്ക് എത്തിയത്. വ്യാഴാഴ്ച ചിലിയിലെ എൽടെനിലെ ഖനിയിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് 5 ഖനി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. GPS ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുടുങ്ങിയ ഖനി തൊഴിലാളികളെ കണ്ടെത്തിയെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് അവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി താരിഫും ആഗോള വ്യാപാരത്തെ ബാധിച്ചതും കാരണം സമ്പദ് വ്യവസ്ഥ പിന്നോട്ട് വഴുതി വീഴുന്നത് തടയാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നയരൂപകർത്താക്കൾ ഈ ആഴ്ച പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് സൂചന. ബാങ്കിന്റെ 9 അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റി വ്യാഴാഴ്ച ഹെഡ്ലൈൻ നിരക്ക് 0.25% കുറച്ച് 4% നഗര വ്യാപാരികൾ വാദിവെക്കുന്നു. ഇത് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷമുള്ള 5ാമത്തെ കുറവ് കൂടിയാണ്. കൂടാതെ പലിശ നിരക്കുകൾ 2023 മാർച്ചിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരും. ഓഗസ്റ്റ് യോഗത്തിൽ സാമ്പത്തിക വിപണികൾ കുറവിനുള്ള സാധ്യത 80% കൂടുതലായി കണക്കാക്കുകയും വർഷാവസാനത്തിന് മുമ്പ് കൂടുതൽ ക്വാർട്ടർ പോയിന്റുകൾ കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. പോൺ താരം ബോണി ബ്ലൂ നിർമ്മിച്ച ചാനൽ 4 സംപ്രേഷണം ചെയ്ത അശ്ലീലം നിറഞ്ഞ ഡോക്യുമെന്ററി നിരോധിക്കുന്നതിനായി UK പോർണോഗ്രാഫിക് ടാസ്ക് ഫോഴ്സ് നിയമനിർമ്മാണം നിർദ്ദേശിക്കുമെന്ന് റിപ്പോർട്ട്. ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ UK രൂക്ഷ പ്രതിഷേധമുയരുന്നത്. ചാനൽ 4 ഡോക്യുമെന്ററിയായ 1000 Men and Me ദി ബോണി ബ്ലൂ ബോയ് സ്റ്റോറിയുടെ പ്രക്ഷേപണത്തിന് മറുപടിയായാണ് കൺസർവേറ്റീവ് പിയർ ഗാബി ബർട്ടൺ ആരംഭിച്ച സ്വതന്ത്ര പോർണോഗ്രാഫിക് ടാസ്ക് ഫോഴ്സിന്റെ നടപടി. പരിപാടിയിൽ 12 മണിക്കൂറിനുള്ളിൽ 1057 ക്ലയന്റുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെന്ന് ബോണി ബ്ലൂ എന്നറിയപ്പെടുന്ന പോൺ താരം ടിയ ബിനിൻജർജിന്റെ അവകാശവാദവും ഉൾപ്പെടുത്തിയിരുന്നു. ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം അവലോകനം ചെയ്ത ശേഷം വിസയും സ്മിനോർഫും ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ ഓൺലൈൻ പരസ്യങ്ങൾ സ്ട്രീമിംഗിൽ നിന്നും പിൻവലിച്ചു. ഇംഗ്ലണ്ടിലെ കുട്ടികളുടെ കമ്മീഷണർ ഡാം റേച്ചൽ ഡിസൂസ അതിരുകടന്ന അശ്ലീല സാഹിത്യത്തെ ഗ്ലാമറൈസ് ചെയ്യുകയും സാധാരണവൽക്കരിക്കുകയും ചെയ്തതിന് ചിത്രത്തെ അപലപിച്ചു. ഗുരുതരമായി രോഗബാധിതരും പരിക്കേറ്റവരുമായ കുട്ടികളെ ഗാസയിൽ നിന്നും UKയിലേക്ക് NHS ചികിത്സയ്ക്കായി മാറ്റാൻ UK സർക്കാർ തീരുമാനിച്ചു. ഇതിനുള്ള സമഗ്രപ്പെടുത്തിയ കെയർ സ്റ്റാമർ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും. അടിയന്തര ചികിത്സ ആവശ്യമുള്ള കുട്ടികളുടെ ധനസഹായത്തോടെയുള്ള പരിചരണം ലഭിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കും. പ്രോജക്ട് പ്യൂർ ഹോപ്പ് എന്ന ചാരിറ്റിയുടെ സ്വകാര്യ പദ്ധതിയിലൂടെ ഈ വർഷം 3 കുട്ടികളെ UKയിലേക്ക് കൊണ്ടുവന്നതിന്റെ ചുവടുവയ്പ്പാണ് ഇത്. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള കൂടുതൽ കുട്ടികളെ വിദഗ്ധ ചികിത്സയ്ക്കായി UKയിലേക്ക് കൊണ്ടുവരുന്നതിന് ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ ഏറ്റവും നല്ല ഓപ്ഷനാണെന്നും ഒരു സർക്കാർ വക്താവ് പറഞ്ഞു. യുവത്വത്തിന്റെ പ്രസരിപ്പും വിശ്വാസത്തിന്റെ സാക്ഷ്യവും എല്ലാവർക്കും പകർന്നു നൽകി മെച്ചപ്പെട്ട ലോകത്തിനായി പരിശ്രമിക്കാൻ ലിയോ 14 മാർപ്പാപ്പ യുവജനതയോട് അഭ്യർത്ഥിച്ചു. മഹാജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായുള്ള യുവജന സമ്മേളന സമാപന സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായി നീതിയുടെയും സമാധാനത്തിന്റെയും സാക്ഷികളാകുന്ന മിഷണറിമാരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലും ഉക്രൈനിലും യുദ്ധം തുടരുന്നതിന് മാർപ്പാപ്പ അപലപിച്ചു. തുർക്കിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശസ്ത്രക്രിയയെ തുടർന്ന് ബ്രിട്ടീഷ് പൗരൻ മരിച്ചതായി ആരോപണം. 38 വയസ്സുകാരനായ മാർട്ടിൻ ലാഷ്മാനാണ് ഇസ്താംബൂളിലെ ബെസിക്കാറ്റിലുള്ള സിനിക്സ് ക്ലിനിക് ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരിച്ചത്. സംഭവത്തിൽ ഇസ്താംബൂൾ പ്രവിശ്യ ആരോഗ്യ ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. ക്ലിനിക്കിലെ ജീവനക്കാരെയും ഡോക്ടർമാരെയും ആരോഗ്യ ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വർഷം ഇംഗ്ലണ്ടിൽ പുതുതായി നിർമ്മിച്ച വീടുകളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ട്. 2025 ജൂണിൽ അവസാനിച്ച 12 മാസ കാലയളവിൽ 2 ലക്ഷത്തിലധികം വീടുകൾ അവരുടെ ആദ്യ എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി BCCയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 8% കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. എന്നാൽ പുതിയ വീടുകൾ പണിയുന്നതിനുള്ള അപേക്ഷകൾ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് പോർട്ടലിലെ കണക്കുകൾ പറയുന്നത് ലണ്ടന് പുറത്ത് പുതിയ വീടുകൾ പണിയുന്നതിനുള്ള അപേക്ഷകളുടെ എണ്ണം ജനുവരിക്കും ജൂണിനും ഇടയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 49% വർദ്ധിച്ചു. ബ്രിട്ടനിലെ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. വൈദ്യുതി തകരാറിലായതോടെ മൊബൈൽ ഫോണിന്റെ ടോർച്ച് വെളിച്ചത്തിൽ സർജൻമാർക്ക് ഓപ്പറേഷൻ പൂർത്തിയാക്കേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വർഷത്തിൽ 76,000 കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന മധ്യ ലണ്ടനിലെ ആശുപത്രി പലപ്പോഴും വൈദ്യുതി തകരാറും വാട്ടർ ലീക്കും എയർ ഫിൽട്രേഷനും പ്രശ്നങ്ങൾ മൂലം നിറയിക്കുകയാണ്. പ്രശ്നങ്ങൾ തുടരുന്നത് ഓപ്പറേഷനുകൾ റദ്ദാക്കുവാനും രോഗികളുടെ സുരക്ഷയും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുന്നതിനെയും ബാധിക്കുകയാണ്.
ആഗസ്റ്റ് 30 റോദർഹാമിൽ വെച്ച് നടക്കുന്ന യുഗ്മ കേരളപൂരം വള്ളംകളിയോടനുബന്ധിച്ച് യുഗ്മ മലയാളി സുന്ദരി മത്സരം സംഘടിപ്പിക്കുന്നു. യുകെയിലെ പ്രമുഖ മലയാളി വസ്ത്ര ബ്രാൻഡായ തെരേസസ് ലണ്ടനുമായി ചേർന്നാണ് ഓണച്ചന്തം എന്ന പേരിൽ യുഗ്മ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു റൺവേ ഫാഷൻ ഷോ എന്നതിലുപരി ഫാഷൻ, കല, കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നിവ ഓണത്തിന്റെ സാഹചര്യത്തിൽ സംയോജിപ്പിച്ച് കാണികൾക്ക് ആസ്വാദ്യകരമായ ദൃശ്യാവിഷ്കാരം ഒരുക്കുക എന്നതാണ് ഓണച്ചന്തം പരിപാടിയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത്. ഓണത്തിന്റെ ഐതിഹ്യവും മാലോകരെല്ലാം ഒരുപോലെ ജീവിച്ച മഹാബലിയുടെ കാലവും പരമ്പരാഗത കേരള ഫാഷനിലൂടെ തത്സമയ പ്രകടനങ്ങളിലൂടെ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. ഓണത്തിന്റെ സമൃദ്ധിയും ഗൃഹാതുരത്വവും പ്രതിഫലിപ്പിക്കുന്ന വിവിധ വസ്ത്രങ്ങൾ ധരിച്ച് മത്സരാർത്ഥികൾ റാമ്പിൽ നടക്കും. പുലിക്കളി, കഥകളി, ഓട്ടൻതുള്ളൽ എന്നിങ്ങനെയുള്ള കേരളത്തിന്റെ ഉത്സവ പാരമ്പര്യങ്ങളുടെ തത്സമയ സ്റ്റേജ് ദൃശ്യങ്ങളും ഷോയിൽ ഉൾപ്പെടുത്തും. 20 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള യുഗ്മ അംഗസംഘടനകളിൽ നിന്നുള്ള വനിതകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളത്. 12ഓളം ഇനങ്ങളിൽ മത്സരം സംഘടിപ്പിക്കുന്നത്. തെരേസാസ് ഓണച്ചന്തം@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടണം. 6 മാസം കൊണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഇറാൻ യുദ്ധമടക്കം നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് വൈറ്റ് ഹൗസ്. 6 മാസം കൊണ്ട് നിരവധി യുദ്ധങ്ങൾക്ക് പ്രേരക ശക്തിയാവുകയും $16 ബില്യൺ ദരിദ്ര രാഷ്ട്രങ്ങൾക്കുള്ള ആരോഗ്യ സഹായം നിർത്തലാക്കുകയും ചെയ്ത ട്രംപിനെതിരെ ലോകമെമ്പാടും രോഷം ശക്തമാവുകയാണ്. ആരാണ് ഈ ഡൊണാൾഡ് ജെ ട്രംപ്? 1946 ജൂൺ 14 ന്യൂയോർക്കിലെ ജമൈക്കൻ മെഡിക്കൽ ഹെൽത്ത് സെൻ്ററിൽ പിറന്നു വീണ കുശാഗ്ര ബുദ്ധിക്കാരൻ. മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1946 ജൂൺ 14 അത്തം നക്ഷത്രത്തിൽ വൃശ്ചിക രാശിയിൽ എല്ലാം തികഞ്ഞ് പൂജാതനായി. അമേരിക്കയിലെ കൊടീശ്വരനായ ബിസിനസ്സുകാരൻ, ടെലിവിഷൻ അവതാരകൻ. അപ്പോൾ വായിത്തൊന്നെല്ലാം വിളിച്ചു പറയാം അന്ന് തന്നെ. പിന്നെ ഇത് 2ാം തവണ US-ൻ്റെ 47ാം പ്രസിഡന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏകാധിപതിയായ ഭരണത്തലവനാകാൻ ജനനവശാൽ യോഗം ലഭിച്ച അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൻ്റെ മറ്റൊരു ഏടിൽ കൂടി എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്താദ്യമായി നൊബേൽ സമ്മാനം തനിക്ക് തന്നെ കിട്ടണമെന്ന് ഒരു നാണവുമില്ലാതെ വൈറ്റ് ഹൗസിനെ കൊണ്ട് ഔദ്യോഗികമായി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഇദ്ദേഹം. കേട്ടോളൂ. The president has now ended conflicts between Thailand and Cambodia, Israel and Iran, Rwanda and the Democratic Republic of the Congo, India and Pakistan, Serbia and Kosovo, and Egypt and Ethiopia. This means President Trump has brokered, on average, about 1 peace deal or ceasefire per month during his 6 months in office. It's well past time that President Trump was awarded the Nobel Peace Prize. ഈ ഡൊണാൾഡ് ജെ ട്രംപ് 20ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ 1-2 ലോകമഹായുദ്ധങ്ങൾ, കോൾഡ് വാർ, ന്യൂക്ലിയർ യുദ്ധം, ഇൻഡോ പാക് യുദ്ധം, ഇൻഡോ ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, ഇതെല്ലാം പിടിച്ചു നിർത്തിയേനെ. എന്നിട്ട് അന്ന് തന്നെ നോബൽ സമ്മാനം പലവട്ടം അടിച്ചെടുത്തേനെ. ഒന്നല്ല പലവട്ടം. ഒട്ടും നാണമില്ലാതെ ഇപ്പോഴിതാ നോബൽ സമ്മാനം നേടാൻ ആദ്യം പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നീട് ഇതാ വൈറ്റ് ഹൗസ് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിന് പറയുന്ന പ്ലസ് പോയിന്റുകൾ? അധികാരത്തിലിരിക്കുന്ന ഓരോ മാസവും ഓരോ വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ. പ്രസിഡന്റായ 6 മാസം കൊണ്ട് തായ്ലൻഡ് കംബോഡിയ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, റുവാണ്ട കോങ്കോ യുദ്ധം, സെർബിയ കൊസവോ യുദ്ധം, ഈജിപ്ത് എത്യോപ്യ യുദ്ധം, ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും തടഞ്ഞു നിർത്തിയത്രേ. അവകാശവാദങ്ങളിൽ ടോം ആൻഡ് ജെറി വിട്ടുപോയെന്ന് തോന്നുന്നു. ടോമിനെ എല്ലാ കാലവും അപകട തലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജെറി. പിന്നെ സൂപ്പർമാൻ, ബാറ്റ്സ്മാൻ, സ്പൈഡർമാൻ, ഒടുവിൽ ജെയിംസ് ബോണ്ടിനൊരു പ്രചോദനം ട്രംപ് ആയിരുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇദ്ദേഹത്തിന്. പക്ഷേ ഇതൊക്കെ നൊബേൽ സമ്മാനത്തിനുള്ള ആവശ്യത്തിൽ എഴുതി വയ്ക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇനി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാകാൻ നൊബേൽ സമ്മാനം പ്രതിഷേധിച്ചിരിക്കുന്ന ട്രംപ് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെറുതെ നോക്കാം. പ്രസിഡൻ്റായ 6 മാസം, ആ 6 മാസം കൊണ്ട് ഈ ട്രംപ് ലോകത്ത് പലയിടത്തുമായി വർഷിച്ചത് 529 ബോംബുകളാണ് ഇതുവരെ. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് 4 വർഷത്തെ കാലത്ത് 555 ബോംബുകളാണ് US സൈന്യം പലയിടത്തായി പ്രഹരിക്കാൻ ഉപയോഗിച്ചതെന്ന് കൂടി ഓർക്കണം. പിന്നെ പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന ആഹാരം മുട്ടിക്കുന്ന സ്ഥിരം പരിപാടി. രോഗശയ്യയിൽ കിടക്കുന്നവൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്നതിൽ അതിമിടുക്കനാണ് ഈ ട്രംപ്. 14 മില്യൺ മരണങ്ങൾ ഇനി ലോകത്തുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യ ജീവൻ രക്ഷാ സംഘടനകളുടെ കണക്ക്. $16 ബില്യൺ ജീവൻ രക്ഷാ സഹായങ്ങളാണ്
ട്രംപ് കട്ട് ചെയ്തത്. മെഡിക്കൽ ക്യാമ്പുകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ ഇതൊക്കെ നിർത്തലാക്കിയപ്പോൾ ഇനി നടക്കുക 14 മില്യൺ മരണങ്ങൾ. പലസ്തീനിലെ പട്ടിണി മരണങ്ങൾ, ട്രംപിൻ്റെ സുഹൃത്തായ ബെഞ്ചമിൻ നെതന്യാഹു കാട്ടിക്കൂട്ടുന്ന ഗാസ പട്ടിണിക്കൊലതന്ത്രം, അത് കണ്ട് ആർത്തലിച്ചിരിക്കുന്ന ട്രംപിനെയും നാം കണ്ടു. എന്താണ് ഈ ട്രംപ് ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളരിപ്രാവിൻ്റെ പ്രവൃത്തി? അമേരിക്കക്കാരല്ലാത്തവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അറസ്റ്റ് ചെയ്ത് വിട്ട് കുടുംബങ്ങളെ ഇത്തരത്തിൽ എന്നേക്കുമായി അകറ്റുന്ന, പിരിക്കുന്ന കുട്ടികളുടെ കണ്ണുനീര് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ട്രംപിന് നോബൽ സമ്മാനം വേണമത്രേ. ആ ട്രംപ് ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇവിടെ അതിനെ പിന്താങ്ങുകയും പാർലമെൻറ്റിൽ കിടന്നലയ്ക്കുകയും ചെയ്ത ഇടയ്ക്കിടെ അമേരിക്കയിൽ പോകുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഏത് കാറ്റഗറിയിൽപ്പെടുത്തണം? അതവിടെ നിൽക്കട്ടെ. ഈ ട്രംപിന് എങ്ങനെ നോബൽ സമ്മാനം കൊടുക്കും, എങ്ങനെ കൊടുക്കാതിരിക്കും? കൊടുക്കുന്നെങ്കിൽ എന്തിനു കൊടുക്കും? അങ്ങനെയാണെങ്കിൽ അത് നോബൽ സമ്മാനം എന്നല്ല അതിന് വിളിക്കേണ്ടത്, വയലൻസ് സമ്മാനം എന്ന് വിളിച്ച് അങ്ങനൊരു വയലൻസ് പുരസ്കാരമാകണം ട്രംപിന് നൽകേണ്ടത്. കാരണം ലോകത്തുള്ള കുത്തിത്തിരിപ്പുകളുടെ എല്ലാത്തിൻ്റെയും ഉസ്താദ്, എല്ലാത്തിൻ്റെയും പിന്നിൽ നിൽക്കുന്ന മഹത് വ്യക്തി, എല്ലാ കുത്തിത്തിരിപ്പുകളുടെയും എല്ലാ ആഗോള ഉടായ്പകളുടെയും കണ്ടുപിടുത്തക്കാരൻ, കോർഡിനേറ്റർ, ഇതാണ് ട്രംപിന് ചേരുന്ന പേര്. അപ്പോൾ ട്രംപിന് ഏറ്റവും ഉചിതം ഒരു വയലൻസ് പുരസ്കാരം തന്നെയാണ്. എന്തായാലും ലോകം തീരുമാനിക്കട്ടെ ഇനി അങ്ങോട്ട് ട്രംപിന് എന്ത് ചെയ്യണമെന്ന്. ഇനി ആനന്ദ ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 116.28 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 101.30 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ.